ഈസ്റ്റും സോഡാപ്പൊടിയൊന്നും ഇല്ലാതെ തനി നാടൻ തെങ്ങിൻ്റെ കള്ള് ഉപയോഗിച്ച് ചെയ്തെടുക്കുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ട് ഇതുപോലെ ലേസ് പോലെ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ടൊന്ന് കാണണേ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പഞ്ഞി പോലത്തെ ഈ ഒരു അപ്പം തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് കാണാം. നന്നായിട്ട് കഴുകി ഒരു 2 മണിക്കൂർ കുതിർത്തിയതിന് ശേഷം മൂറ്റി വെച്ചിരിക്കുന്നതാണ്. 3 കപ്പ് പച്ചരിയുണ്ട്. ഇപ്പോൾ 250 ml കപ്പിലാട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂണോളം ചവ്വരിയും 2 മണിക്കൂറോളം കുതിർത്തി നന്നായിട്ട് കഴുകിയിട്ട് ഒന്ന് കുതിർത്തിയിട്ട് ഒന്ന് ഊറ്റി വെച്ചിരിക്കുന്നതാണ്. ഇതിനകത്ത് ഒഴിക്കുന്നത് ഈസ്റ്റും സോഡാപ്പൊടിയൊന്നുമല്ല, നമ്മൾ കള്ള് ചേർത്തിട്ടാണ് ഇത് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു അളവിന് 2 കപ്പ് 250 ml കപ്പിൽ 2 കപ്പ് കള്ളാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇതാ മിക്സിയുടെ ജാറിലോട്ട് നമുക്ക് അരി ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് 2 ബാച്ചായിട്ടാണ് ഞാൻ അരയ്ക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരു പകുതിയോളം അരി ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ കുതിർത്തി വെച്ചിരിക്കുന്ന ചവ്വരിയുടെ പകുതി ചേർക്കുന്നുണ്ട്. പിന്നെ 1 കപ്പ് തേങ്ങയാണ് വേണ്ടത്. അപ്പോൾ അതിൻ്റെ പകുതി ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിനോടൊപ്പം തന്നെ ഒരു 1/4 കപ്പോളം ചോറാണ്. അപ്പോൾ ചോറിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ അവൽ വേണമെങ്കിൽ ഉപയോഗിക്കാം. അപ്പോൾ ഇതിൽ നിന്നും ഒരു പകുതിയാണ് ഇപ്പോൾ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. കൂടെ തന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് പഞ്ചസാരയുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഇതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കള്ളിൽ നിന്നും ഒരു 1.5 കപ്പ് കള്ളാണ് ഇപ്പം ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പം ഞാൻ വെള്ളമൊന്നും ചേർക്കുന്നില്ല, കള്ളിൽ തന്നെയാണ് അരയ്ക്കുന്നത്. ഇനി നമുക്കിതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. എന്താ ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ കള്ള് മാത്രം ചേർത്തിട്ടാണ് അരച്ചിട്ടുള്ളത്. അപ്പോൾ നല്ല കട്ടിക്ക് തന്നെയാണ് ഞാൻ അരച്ചെടുത്തിട്ടുള്ളത്. നല്ല സ്മൂത്തായിട്ട് ഒട്ടും തരിയൊന്നും ഇല്ലാണ്ടാണ് ഇപ്പോൾ അരച്ചെടുത്തിരിക്കുന്നത്. ഇപ്പോൾ കള്ള് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം അരച്ചത് ഞാനിപ്പോൾ ഒരു പാത്രത്തിലോട്ട് ഒഴിക്കുകയാണേ. അപ്പോൾ ഇതുപോലെ തന്നെ രണ്ടാമത്തെ ബാച്ചും അരച്ചെടുക്കുക. ഞാനിപ്പോൾ എല്ലാ സാധനങ്ങളും പകുതി വെച്ചിട്ടാട്ടോ ചേർക്കുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ പാടാണെങ്കിൽ എല്ലാം കൂടി ഒന്നായിട്ട് ഒരു പാത്രത്തിൽ മിക്സ് ആക്കിയിട്ട് 2ആയിട്ട് അരച്ചാൽ മതി. അപ്പോൾ നേരത്തെ ബാക്കി വെച്ചിട്ടുള്ള തേങ്ങ, ചോറ്, അതോടൊപ്പം ബാക്കി വെച്ചിരുന്ന ചവ്വരിയും ചേർക്കുന്നുണ്ട്. പഞ്ചസാരയും ഉപ്പൊക്കെ നമ്മൾ ആദ്യമേ ചേർത്തായിരുന്നു. ഇതിലോട്ട് നമുക്ക് 1/2 കപ്പ് കള്ളും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ടോട്ടൽ 2 കപ്പാണ് എടുത്തത്. അപ്പോൾ ആദ്യത്തെ അരയ്ക്കാൻ വേണ്ടി ഞാൻ 1.5 കപ്പോളം ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ 1/2 കപ്പും കൂടി ചേർത്തു. ഇതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം, ഇപ്പോൾ ഏകദേശം ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ രണ്ടാമത്തെ ബാച്ചും ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. രണ്ടാമത്തെ ബാച്ച് ഞാൻ നല്ല ഫൈനായിട്ട് ഇപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. ആദ്യം അരച്ച ബാച്ചാണേ. ഇതിലോട്ട് ഞാനിതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. മാവ് കുറച്ച് കട്ടിയുണ്ട്, കുറച്ചുകൂടി ഒന്ന് ലൂസാക്കണം. അല്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. നിങ്ങൾ നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഏകദേശം ഒരു 1/4 കപ്പോളം വെള്ളത്തോളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തിന് മിക്സ് ചെയ്താൽ മതി കണ്ടോ. ഇത് കറക്റ്റ് ആയിട്ടുണ്ട്. ദോശമാവിൻ്റെ അത്ര തിക്നെസ് വേണ്ട, കുറച്ചുകൂടി ഒന്ന് ലൂസായിട്ട് ഈ ഒരു ഭാഗത്തിന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കിതിന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഏകദേശം ഒരു 4-5 മണിക്കൂർ കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് പൊങ്ങി വരും. അപ്പോൾ അതുവരെ ഒന്ന് റെസ്റ്റ് ചെയ്യാം. ഇതിപ്പോൾ ഏകദേശം ഒരു 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. മാവ് നല്ല ഡബിൾ സൈസായിട്ട് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല ക്രീമി ആയിട്ടാണ് നമ്മുടെ മാവ് ഇരിക്കുന്നത്. നല്ലൊരു സ്മെല്ലാട്ടോ വരുന്നത്. കണ്ടില്ലേ, കള്ളാണെങ്കിൽ കൂടി നല്ല ഐസ്ക്രീം പോലെ ഇതുപോലെ മാവ് പൊങ്ങി കിട്ടും കണ്ടോ. അപ്പോൾ ഇത് വേറൊന്നും ചെയ്യാനില്ല, നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. അപ്പോൾ അപ്പം ചുടാൻ വേണ്ടിയിട്ട് ഞാൻ ചട്ടി ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇതിലോട്ട് ഒരു തവി മാവ് ഒഴിക്കുന്നുണ്ട്. നമ്മുടെ അപ്പം ഇവിടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ആ ഒരു ലേസൊക്കെ നിങ്ങളൊന്ന് നോക്കിയേ, നല്ല മൊരിഞ്ഞ് നല്ല ഭംഗിയായിട്ടാണ് വന്നിട്ടുള്ളത് കണ്ടോ. അപ്പോൾ അപ്പം എല്ലാം ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്താൽ ഇതേപോലെ തന്നെ നിങ്ങൾക്ക് കിട്ടും. സൈഡൊക്കെ നല്ല മൊരിഞ്ഞ് നല്ല സോഫ്റ്റ് അപ്പം തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. പെർഫെക്റ്റ് ആയിട്ടുള്ള അപ്പമാണ്. പാലപ്പമെന്നോ അപ്പമെന്നോ എന്ത് വേണമെങ്കിലും പറയാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.